നമ്മുടെ വീടിന്റെ ഇന്റീരിയേഴ്സ് ഡിസൈനിലേക്ക് വന്നപ്പോൾ നമുക്ക് ആക്ച്വലി ആർക്കിടെക്റ്റ് തന്നെ നമ്മുടെ ഡിസൈൻസ് എല്ലാം തന്നെ ഡ്രോ ചെയ്ത് തന്നായിരുന്നു. ബേസിക്കലി വി ഹാഡ് എ പിക്ചർ ഇൻ അവർ മൈൻഡ്. ഐ മീൻ എങ്ങനെ നമ്മുടെ ഇന്റീരിയേഴ്സ് വേണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് തിങ് നമ്മൾ എക്സിക്യൂഷൻ്റെ ഇതാണ്. അപ്പോൾ ആരെ എക്സിക്യൂഷന് വിളിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഈ ഡ്രോയിങ്സ് സബ്മിറ്റ് ചെയ്യണ്ടായി. അപ്പോൾ ദേ വർ നോട്ട് റിയലി ഹെൽപ്ഫുൾ ഇൻ ഗെറ്റിംഗ് ദ ബെസ്റ്റ് റേറ്റ്സ് ഫോർ അസ് ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ആ മെറ്റീരിയൽസ് ഏത് ചൂസ് ചെയ്യണം, ഇതൊന്നും നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി ടീം അറ്റ്മോഫിക്ക അവരായിട്ടുള്ളൊരു കൊളാബ് വരുന്നത് ആക്ച്വലി അത് വളരെ റാൻഡമായി സംഭവിച്ചാണ്. ഒബ്വിയസ്ലി ദേ വർ നോട്ട് അവർ ഫസ്റ്റ് ചോയ്സ് ടു ബി ഫ്രാങ്ക്, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇന്റീരിയറിന്റെ ഡ്രോയിങ്സ് ഉള്ളത് കാരണം അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ഫ്രം ദ സ്ക്രാച്ച് ഏതൊരു ഇന്റീരിയർ ഫോമിനും ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഡു ദ തിങ്സ് ഫ്രം ദ സ്ക്രാച്ച്. പക്ഷെ നമ്മളുടെ കേസിൽ എന്താ വെച്ചാൽ നമ്മുടെ ആർക്കിടെക്ട് ഫേം ആകൃതി ആർക്കിടെക്ട്സ് കാലിക്കറ്റ് ദേ ഹാവ് ഓൾറെഡി ഡൺ ദ ഇന്റീരിയർ ഡ്രോയിങ്. സോ അത് വേറൊരാളുടെ ഡ്രോയിങ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ടഫ്, ബിക്കോസ് നമ്മൾ കുറേ ഇന്റീരിയർ ഫേംസിനെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ നോബഡി വാസ് ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. ഒരാൾക്കും ആ ഡ്രോയിങ് എക്സിക്യൂട്ട് ചെയ്യാനോ ആർക്കിടെക്റ്റിന്റെയും നമ്മുടെ മൈൻഡിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദം. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ അറ്റ്മോഫിക്കിനെ കാണുന്നത്. സോ സിജു ആൻഡ് ടീം നമ്മൾ ഡ്രോയിങ് ആസ് യൂഷ്വൽ എല്ലാവർക്കും കൊടുക്കണ മാതിരി നമ്മൾ ഈ ടീമിനും നമ്മുടെ ഡ്രോയിങ്സ് കൊടുത്തിരുന്നു. പക്ഷേ ദേ വർ വെരി ക്വിക്ക്, ലൈക്ക് വിത്തിൻ 1 day or 2 ഐ തിങ്ക് അവർ റെസ്പോണ്ടഡ് ബാക്ക് ആൻഡ് അവരുടെ കോള് വന്ന് ദേ ഓൾസോ ഹാഡ് എ യൂഷ്വൽ മീറ്റിംഗ് വിത്ത് ദി ആർക്കിടെക്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ മീറ്റിംഗിന് ശേഷം ആർക്കിടെക്ട് നമ്മളെ ഫോൺ ചെയ്ത് പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ലോക്ക് ദി ഡീൽ, ബിക്കോസ് ദേ നോ ദി സ്റ്റഫ്, ദേ നോ വാട്ട് ദേ ആർ ഗോയിങ് ടു എക്സിക്യൂട്ട്, ദേ നോ ദ റിയൽ തിങ്, ലൈക്ക് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ആർക്കിടെക്ട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ അവരെ സെലക്ട് ചെയ്തത്. സോ വൺസ് ദി ഡ്രോയിങ് വാസ് ഫൈനലൈസ്ഡ് ആൻഡ് എക്സിക്യൂഷൻ വാസ് നമ്മൾ അവരായിട്ട് സെറ്റ് 2-3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. സോ കുറെ ഡിസ്കഷന് ശേഷം നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലായതിനു ശേഷം ഐ തിങ്ക് പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വന്നിട്ടില്ല. ദി എക്സിക്യൂഷൻ വാസ് റിയലി സ്മൂത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ആക്ച്വലി അറ്റ്മോഫിക് ടീമിനെ മീറ്റ് ചെയ്യുന്ന ഒരു Jan 26 റിപ്പബ്ലിക് ഡേ എന്നാണ്. ഈവൻ ദേ വർ വർക്കിംഗ് ഓൺ എ ഹോളിഡേ അല്ലേ, ദേ വർ റെഡി ടു വർക്ക് ഓൺ എ ഹോളിഡേ ആക്ച്വലി, ആൻഡ് ദേ വർ ലൈക്ക് വെരി ക്വിക്ക് ടു റെസ്പോണ്ട് ടു അവർ നീഡ്സ് ആൻഡ് ഇൻപുട്സ്. പിന്നെ ഓരോ സജഷൻസ് തരാനും ഓരോ കളർ ചോയ്സസ് തരാനും ദേ വെരി പെർട്ടിക്കുലർ. ഐ മീൻ നമ്മുടെ കൂടെ ഇരുന്ന് ഇപ്പം ചില ടീംസ് നമ്മൾ മുമ്പ് കൊട്ടേഷൻ കൊടുത്ത ടീംസ് ഒക്കെ എന്താ വെച്ചാൽ അവരിങ്ങനെ അവരുടെ ഒരു ചോയ്സ് നമ്മുടെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നല്ലാണ്ട് അവർ ഒരു ഇൻപുട്സ് അവരെയും അധികം വന്നില്ല. പക്ഷേ അറ്റ്മോഫിക് ടീം അങ്ങനെയായിരുന്നില്ല. എല്ലാ ഫേസസിലും അവർ അവരുടേതായ ഒരു ഇൻപുട്ട് നമുക്ക് തന്നു, ഇത് നല്ലതായിരിക്കും, അങ്ങനെ കുറെ ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ ബേസിക്കലി വൺസ് വി ആർ റെഡി ടു ഗോ വിത്ത് ദം, എക്സിക്യൂഷൻ ഫേസ് ഓൾസോ വാസ് വെരി ഗുഡ്. ഐ മീൻ ദർ ടീം വാസ് വെരി ക്വിക്ക് ടു ഡു ഓൾ ദ ജോബ്. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ സിവിൽ വർക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫേസിൽ ഇൻറ്റീരിയേഴ്സും കൂടെ ഒരേ സ്പീഡിൽ പോയില്ലെങ്കിൽ എന്തുകൊണ്ട് വെച്ചാൽ ലാസ്റ്റ് ഫേസിൽ ഇൻറ്റീരിയേഴ്സ് മാത്രമായിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അഗെയിൻ വി വർ ലൈക്ക് ടൈം കൺസ്ട്രെയിൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മന്തിൽ തന്നെ ഹൗസ് വാമിംഗ് നടത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പം ദേ വെരി മച്ച് ദേ റെസ്പോണ്ടഡ് വെരി ക്വിക്ക്ലി ആൻഡ് എക്സിക്യൂട്ടഡ് വെരി ക്വിക്ക്ലി ആസ് വെൽ. അപ്പോൾ അവിടെ ഒരു ലാഗോ ഡിലേയോ ഒന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇതിനപ്പുറം നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇന്റീരിയർ എക്സിക്യൂഷൻ അവർ വളരെ ഭംഗിയായി ചെയ്തു. പക്ഷെ അത് മാത്രമല്ല അവരിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരെ അവർ ചെയ്തു എന്നുള്ളതാണ്.